ഓക്കെ, ആശമാരുടെ രാപ്പകൽ സമരം ഇന്ന് 53-ാം ദിവസത്തിലേക്ക് കടന്നു. എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, 2 തവണ നേരത്തെ ചർച്ച നടന്നിരുന്നു. 2 തവണയും സർക്കാരിന്റെ കയ്യിൽ മുന്നോട്ട് വെക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാര ഫോർമുല ഉണ്ടായിരുന്നില്ല. സമരം നിർത്തിപ്പോണം എന്നുള്ളത് ഒറ്റ ആവശ്യം മാത്രമേ മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. 3-ാം ചർച്ച മറ്റെന്തെങ്കിലും ആശമാർ പ്രതീക്ഷിക്കണോ ശ്രീകാന്ത്? കശ്മീർ ഇതൊരു മനുഷ്യത്വപരമായ വിഷയമാണ്. ഇതിപ്പോൾ 53 ദിവസമായി കുറേ അധികം സ്ത്രീകൾ, അതും സാധാരണക്കാർക്കിടയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ സമരം ചെയ്യുകയാണ്. അവരുടെ നിരാഹാര സമരം കൂടി ഇതിനൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മുടിമുറിച്ച് സമരം നടന്നു, സർക്കാരുമായി ചർച്ച ചെയ്തു, കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി അടക്കം സംസ്ഥാന ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. ഇതിങ്ങനെ നീണ്ടു പോകുന്നു എന്നല്ലാതെ ഇവരിവിടെ മഴയും മഞ്ഞും വെയിലുമേറ്റ് ഇവിടെ കിടക്കുന്നു എന്നല്ലാതെ ഇതിന് ഇതുവരെയും ഒരു പരിഹാരം ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ ഇന്ന് മീറ്റിംഗ് ചേരുന്നുണ്ട്, യോഗം ചേരുന്നുണ്ട്. അതിലേക്ക് ആശാവർക്കർമാരുടെ പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകളെയും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്ന് 3 മണിക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ സംഘടനകളെയും വിളിച്ചിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയിലുള്ള പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഞങ്ങൾ ഈ ചർച്ചയെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ ഡിമാൻഡുകൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ട്രേഡ് യൂണിയനുകൾ വിളിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. ചർച്ചയ്ക്ക് വിളിക്കുന്നവരാണ് ആരെയൊക്കെ വിളിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ 53 ദിവസമായി ഇവിടെ നടക്കുന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം, ഇന്ന് CITU എളമരം കരീം പറഞ്ഞൊരു കാര്യം, CITUവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണറേറിയം വർധനവ് എന്നുള്ള കാര്യത്തിൽ അവർ ഒപ്പം നിൽക്കില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2, INTUCയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ R ചന്ദ്രശേഖരൻ ആദ്യം ഈ സമരത്തെ എതിർക്കുകയും പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് അനുകൂലിക്കുകയും ചെയ്തതാണ്. ഈ 2 സംഘടനകളുടെയും പ്രതിനിധികൾ എത്തുമ്പോൾ അവരിൽ നിന്നും അനുകൂലമായൊരു സമീപനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അവരിൽ നിന്നല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ സർക്കാരാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ സർക്കാരിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. CITU ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. CITU അല്ല ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്, ചർച്ചയ്ക്ക് വിളിച്ചത് ഗവൺമെൻറ്റാണ്. CITUവിൻ്റെ അഭിപ്രായം CITUവിൻ്റെ കമ്മിറ്റിക്കകത്തവർ പറയട്ടെ. അതിനകത്ത് അവശേഷിക്കുന്ന ആശാവർക്കർമാരും ഇതര തൊഴിലാളികളും മനസ്സിലാക്കേണ്ടുന്നത് ഇത് CITU ഓണറേറിയം വർദ്ധിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ നിലപാടാണ്. അത് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണിത്. ഇത് അവരുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി, അവരുടെ കമ്മിറ്റിയിൽ പറഞ്ഞാൽ മതി. ഈ ചർച്ച ഗവൺമെൻറ്റാണ് വിളിച്ചിരിക്കുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റും ഞങ്ങൾ ഇത്തരത്തിൽ സംസാരിപ്പിക്കുന്നത് CITU ആണ്. എളമരം കരീമിനെ പോലുള്ളൊരു തൊഴിലാളി നേതാവെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം ഇന്നത്തെ ദിവസം പറയേണ്ടുന്ന കാര്യങ്ങളല്ല ഇത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കശ്മീർ, തീർച്ചയായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആരോഗ്യമന്ത്രി വിളിച്ചിട്ടുള്ള ചർച്ചയെ അവർ പോസിറ്റീവായാണ് കാണുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ആരോഗ്യമന്ത്രിയുമായി, കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് വീണ ജോർജ് ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. ട്രേഡ് യൂണിയനുകളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. CITU നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സമ്മർദ്ദത്തെ തുടർന്ന് നിലപാട് മാറ്റിയെങ്കിലും INTUC നേതാവ് R ചന്ദ്രശേഖരൻ SUCI നിലപാടിനോട് അനുകൂലിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സമരത്തോട് ചില വിയോജിപ്പുകളുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ആ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട്, INTUCയുടെ നിലപാട് എന്താകും എന്നറിയാനും വലിയ കൗതുകം തന്നെയുണ്ട്. എന്തായാലും ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞാൽ കുറേയധികം സ്ത്രീകൾ 53 ദിവസമായി സമരം ചെയ്യുന്നതാണ്, ഉണ്ണാവൃതം ഇരിക്കുന്നതാണ്. പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. നമ്മളെന്തായാലും അതിൻ്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഓക്കെ, എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നേരത്തെ എളമരം കരീം പറഞ്ഞത് CITU ഓണറേറിയം കൂട്ടണമെന്ന് CITU ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. നിലയിലൊരു ട്രേഡ് യൂണിയൻ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ സഹപ്രവർത്തകരുമായി കൂടിയാലോചിക്കാറുണ്ട്. ഏത് വിധത്തിലാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നൊരു ആശയവിനിമയം നടത്താറുണ്ട്. അങ്ങനെ ഒരു ആശയവിനിമയം അവരുമായി നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ ഒരു ട്രേഡ് യൂണിയൻ നടത്തുന്ന സമരത്തിൻ്റെ രീതിയല്ല അതിനുള്ളത്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ മാത്രം പ്രതിക്കൂട്ട് നിർത്തുക എന്നുള്ളത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്യുമായിരുന്നല്ലോ. അതിൽ ഇൻസെൻറ്റീവിൽ കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞതിനെ പോസിറ്റീവായി എങ്ങനെ എടുക്കാം, അതിനെന്താണ് ഒരു സംവിധാനം, ഇതൊക്കെ ഗവൺമെൻറ്റിന് ചെയ്യാം. പക്ഷേ എളമരം കരീം ആശാ വർക്കേഴ്സിന് ഓണറേറിയം എന്ന തലക്കെട്ടിൽ കേരള നിയമസഭയിൽ ഡിസംബർ 8, 2014 നടത്തിയ ചോദ്യത്തിൽ സർ NHRMന് കീഴിൽ NRHMന് കീഴിൽ 29,000-ഓളം വരുന്ന ആശാ വർക്കേഴ്സ് പ്രതിമാസ ഓണറേറിയം 10,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രശ്നത്തിൽ അടിയന്തരമായ തീരുമാനമുണ്ടാക്കണം എന്ന് എളമരം കരീം എന്ന MLA ആയിരിക്കുമ്പോൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴാണ് എളമരം കരീമിന് ഓണറേറിയം കൂട്ടേണ്ടതില്ല എന്ന തീരുമാനം, അല്ലെങ്കിൽ കൂട്ടണമെന്ന് CITU ആവശ്യപ്പെടില്ല
എന്നതിലേക്ക് അദ്ദേഹം നിലപാട് മാറ്റുന്നത്. ഓക്കെ, എന്തായാലും 3 മണിക്ക് ചർച്ചയാണ്. ചർച്ചയിൽ മറിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം.